ഗൈസ് വെൽക്കം വണക്കം വരൂ സുഹൃത്തുക്കളെ നമുക്ക് ലൈവ് കാണാം ആരുടെ ലൈവ് എന്നല്ലേ ലൈവ് കണ്ടിട്ട് അതിനുശേഷം വേറെ കുറെ എത്തിക്കാൻ കാര്യങ്ങളുണ്ട് വരൂ 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 തുടങ്ങിക്കോളൂ ഓറഞ്ച് കളർ എന്ന് വെച്ചാൽ ശരിക്കും ഓറഞ്ച് ആയിട്ടുള്ള കളർ എല്ലാ സ്കിൻ ടോണിനും പോകത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യണവരല്ല. അപ്പം കുറേ ലിമിറ്റേഷനുകൾക്കുള്ളിൽ നിന്നാണ് നമ്മൾ പീസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കേരളം എന്ന് പറയുന്നൊരു കേരളത്തിന് വേണ്ടി മാത്രമായിട്ട് അല്ല ചെയ്യണേ. സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസും നമ്മുടെ കസ്റ്റമേഴ്സാണ്, ഒരുപോലെ കസ്റ്റമേഴ്സാണ്, ഈക്വലി. സൗത്ത് ഇന്ത്യൻസിൻ്റെയും നോർത്ത് ഇന്ത്യൻസിൻ്റെയും ഉള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ അറിയുന്നുണ്ടോടെ. മാം ഹിന്ദി നഹി തൂ ഹിന്ദി മാലൂം സൗത്ത് നോർത്ത് ഇന്ത്യ മേ പറയൂ ഹേ ഹൂം ഹാ ഓക്കെ. അപ്പോൾ ഈക്വലി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പിനും, അതായത് സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും വെസ്റ്റ് സൈഡിലുള്ളവർക്കും നോർത്ത് സൈഡിലുള്ളവർക്കും മൊത്തം ആ ഒരു ഈ പാറ്റേൺ ഇഷ്ടപ്പെടണം. പിന്നെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ വീട്ടിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും എന്താ പറയുക കടയിൽ വന്നിട്ടൊന്നും അല്ല വാങ്ങുന്നത്. അപ്പോൾ അവരവരുടെ റൂമിൽ ഇരുന്നിട്ട് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേഴ്സ് ആണെങ്കിൽ മാതാപിതാക്കളോട് അഭിപ്രായം ചോദിക്കും. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ബുക്ക് ചെയ്തോളൂ എന്ന് പറയാം. സോ ഗൈസ് എല്ലാവരോടും പറഞ്ഞ് റൂമിനകത്തിരുന്ന് ബുക്ക് ചെയ്ത് എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ. പേഴ്സണലായിട്ട് ചോദിക്കുക, നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ മുൻകൂടെ ചെന്ന് ഫുഡൊക്കെ ഇത് വാങ്ങിയതിന് ശേഷം? ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ ഹോട്ടൽ കച്ചവടം വല്ല, അതായത് ഓൺലൈൻ ഫുഡ് ഡെലിവറി വല്ല സെറ്റപ്പ് പോലെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇന്നൊരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്യുന്നു, 2 വർഷത്തിന് ശേഷം ആ ലൈമിൻ്റെ അകത്ത് കിടന്ന ആ ചെറിയ കുരു വളർന്ന് പന്തലിച്ച് വലിയൊരു കാടായിട്ട് ഒരു നാരങ്ങ മരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു. എങ്ങനെ ഉണ്ട് ബുദ്ധി? നിങ്ങളൊരു ബിരിയാണി ഓർഡർ ചെയ്യുന്നു, കുറേ വർഷത്തിന് ശേഷം അതൊരു ബീഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു, ഒരു പോത്ത് കുട്ടിയായിട്ട് കിട്ടുന്നു. കാരണം എങ്ങനെയാവും അല്ലേ? സോ എന്തായാലും നന്നായി ആ ഒരു മേഖലയിൽ കൈവയ്ക്കാത്തത്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഒരു വലിയൊരു അപ്ഡേഷൻ ഉണ്ട്. എന്താണെന്നല്ലേ, ഈ ഒരു അപ്ഡേഷൻ ഈ മലയാളികളായിട്ടുള്ള ആൾക്കാരൊന്നും പഠിക്കത്തില്ല നമ്മളെ തന്നെ വിമർശിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് പറയും, നിങ്ങൾ എന്നെക്കുറിച്ച് പറയും, എന്നിട്ട് നമ്മൾ പറയും നമ്മൾ മലയാളികൾ പഠിക്കത്തില്ല. ഈ ഒരു സാധനമൊക്കെ ഇതിന് മുമ്പേ 2 വർഷത്തിന് മുമ്പേ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്ത്രീ വന്ന് വിഷമിച്ച് പറഞ്ഞായിരുന്നു. അന്ന് അവരെ കമൻറ്റ് ബോക്സിലും പൂരത്തറിയായിരുന്നു. എനിക്ക് മറ്റൊരു വ്യക്തി അയച്ചു തന്നപ്പോഴാണ് ഞാനിത് കാണുന്നത്. എന്താണെന്നില്ലേ, കണ്ടു നോക്കൂ. അതായത് ഇതിനകത്തുള്ള ടൈറ്റിൽ ഇങ്ങനെയാണ്: എനിക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്ത് മൂൺ ഗോഡസ് അനിത. എന്താണെന്നല്ലേ ഈ പുള്ളിക്കാരത്തി പറയുന്നത്, നമുക്കൊന്ന് കേൾക്കാം. അപ്പോഴാണ് ഈ ഒരു ഇന്റർനാഷണൽ ലെവലിൽ വരെ ഈ ആളുകളെ മൊത്തം ചീറ്റ് ചെയ്ത് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും ചീറ്റ് ചെയ്ത് ഫ്രൗഡ് പരിപാടിയായിട്ട് കുറെ കുട്ടിയും ചായവും അടിച്ച് ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് 4 തുണി എടുത്ത് അവരുടെ ഷേപ്പിൽ അളവ് വെച്ച് സ്റ്റിച്ച് ചെയ്ത പോലെ, എന്താ പറയാ, വെച്ച് തുന്നിക്കാന്നൊക്കെ പറയും. അതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ നിന്നിട്ട് വന്ന് പറയാം ഒന്നുമില്ല, സംസാരമൊന്നുമില്ല കേട്ടോ, വരട്ടെ ഇതൊക്കെ തന്നെ സംഭവം. ഇതിന് കുറെ നരമ്പന്മാരുടെ ലൈക്കും ഫോളോവേഴ്സ്. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇത് ഈ പുള്ളിക്കാരത്തി ഗതികേട് കൊണ്ട് വീണ്ടും എനിക്ക് എതിരെ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്ത് അനിത മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി മൂൺ ഗോഡസ് കൗച്ചർ അവരെ ഇതിനകത്ത് ടാഗ് ചെയ്തുകൊണ്ട് ഈ 2 വർഷത്തിന് മുമ്പിട്ട വീഡിയോ ആണ്. 2 വർഷത്തിന് മുമ്പ് ഈ സ്ത്രീ ഇട്ട വീഡിയോ 1,88,000 പേര് കണ്ടിട്ടുമുണ്ട്. എന്നിട്ടും നമ്മുടെ മലയാളികൾ വീണ്ടും ഇന്നും പോയി വീഴുന്നു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ അത്ഭുതം. ഇന്നും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ നിങ്ങളെയും പറയുന്നു, നിങ്ങൾ അത്ഭുത ശിശുക്കളാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ നിന്ന് ജനിക്കേണ്ടവരേ അല്ല. ഞാൻ വീണ്ടും വീഡിയോയിലൂടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ഫ്രോഡ് ബിസിനസ്സുകാരിയായിട്ടുള്ള മൂൺ ഗോഡസ് കൗച്ചർ എന്ന ഓൺലൈൻ ബിസിനസ് സ്ഥാപനത്തിലെ അനിത എനിക്ക് തന്നൊരു സമ്മാനമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന് എനിക്ക് സമ്മാനം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കേവലം ഇതെന്താണെന്ന് വെച്ചാൽ കേരള വനിതാ കമ്മീഷന്റെ ഒരു അവാർഡാണ്. ഈ സ്ത്രീ എനിക്ക് തന്നൊരു അവാർഡ്. ഇതൊരു എന്താ പറയുക, ഇത് കേരള വനിതാ കമ്മീഷൻ തന്നിരിക്കുന്ന ഒരു എന്താ പറയുക പെറ്റീഷൻ, എന്താ പറയുക, ഒരു പരാതി. കുറച്ച് അതിൻ്റെ കൊടുത്തൊരു പരാതി അവർക്ക് ഞങ്ങൾക്കൊരു ഇൻറ്റിമേറ്റ് വീഡിയോസ് കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നെ സ്വയം ഒരു ഉളുപ്പ് തോന്നി. കാരണം ഈ സ്ത്രീയെ വെച്ചിട്ട് റീച്ച് കയറ്റുക എന്നുള്ളൊരു മോശപ്പേര് എനിക്ക് വാങ്ങിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ. അപ്പോൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങി ആ പ്രോഡക്റ്റ് മോശമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് ഇത് മറ്റുള്ളവർക്കും കൂടെ അബദ്ധം പറ്റരുതെന്ന് കരുതിക്കൊണ്ട് ഒരാൾ നല്ലൊരു സതുദ്ദേശത്തോടുകൂടി ചെയ്തൊരു കാര്യത്തിന് അവർക്ക് മേൽ കംപ്ലൈൻറ്റ്, തൻ്റെ ഇൻഫ്ലുവൻസും തൻ്റെ പിടിപാടും മറ്റുള്ള സംഭവങ്ങൾ കൊണ്ട് കേസ് കൊടുപ്പിച്ച് എല്ലാം അവരെ പൂട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതിന് അവസാനം അവരെ തീർച്ചയായിട്ടും ആ പോലീസുകാർ കാര്യം മനസ്സിലാക്കിയിട്ട് അത് കേസായിട്ടില്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. നോക്കിക്കോളൂ.
ഇത് മൂങ്കോഡസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇൻസ്റ്റഗ്രാമിൽ വളരെ ഫേമസ് ആയതും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ലേഡിയാണ്. അനിത എന്നാണ് ഈ സ്ത്രീയുടെ പേര്. ഇവർ മൂൺഗോഡസ് കോച്ചർ എന്നിട്ട് പേരിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി എടുത്ത് അതിൽ കൂടി ഓൺലൈൻ സെയിലിംഗ് ആണ് നടത്തുന്നത്. ഇവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് എല്ലാം ഓർഡർ ചെയ്യുന്നു പ്രോഡക്റ്റ്. അത് 30, 40, 45, 90 എന്നൊക്കെ അവർ കുറേ പോളിസി ഒക്കെ ഇട്ടിട്ട് ആ ഡേറ്റിനുള്ളിൽ മാത്രമാണ് ഇവർ അയച്ചു തരുന്നത്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പം എനിക്ക് 90 ദിവസം കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞാണ് ഈ സാധനം വന്നത്. അതും ഞാൻ വഴക്കുണ്ടാക്കി വാങ്ങിച്ചു. നമ്മൾ അവരുടെ കോൺടാക്ട് നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്ന് മാത്രമല്ല, അവർ നമ്മളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ വളരെ എന്താ പറയുക, കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യേണ്ട രീതിയിലൊന്നും അല്ല അവർ സംസാരിക്കുന്നത്. കസ്റ്റമേഴ്സിനെ വരും പിച്ചക്കാരാക്കിയ ആ ഒരു സംസാര ശൈലിയാണ് ഇവർക്കുള്ളത്. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് റേറ്റിംഗ് ചെയ്യുക കേട്ടോ പ്രോഡക്റ്റും. അപ്പോൾ ഇതൊക്കെ അവർ 2 വർഷത്തിന് മുമ്പ് അവർ വാങ്ങി എന്താ പറയുക, ആ ഒരു അതിനകത്ത് അന്നേനോട് പറയാൻ കാണിച്ച ധൈര്യം എന്നുള്ളത്. മോഡൽ നോക്കി കൊള്ളാവുന്ന സാധാരണ തയ്യൽക്കാരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് നോക്കുക, അടിപൊളിയായിട്ട് കിട്ടുമ്പോൾ ഇവരുടെ പേജിൽ മോഡൽ നോക്കിയാൽ മാത്രം മതി, യൂസ് ചെയ്യുന്നതാണ് നല്ലത്, വേറെ കൊടുത്ത് തയ്പ്പിക്കാന്നൊക്കെ ആൾക്കാർ അന്നേ പറയുന്നു. എന്നിട്ടും ആൾക്കാർ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയി വാങ്ങി വീണ്ടും വീണ്ടും ഇതാവുന്നു. ഇവർ ഈ വീഡിയോ ഇട്ടേക്കുന്ന അവരുടെ പേര് ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗതികേട് കൊണ്ട് വീണ്ടും എനിക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്ത അനിത എന്ന് പറഞ്ഞിട്ടാണ് ഇവരിട്ടേക്കുന്ന വീഡിയോ. കഴിയുമെങ്കിൽ നിങ്ങൾ അവരുടെ ആ ചാനൽ ആ വീഡിയോ പോയി നോക്കുക. ഏതാണ്ട് 12 മിനിറ്റുള്ള ദൈർഘ്യമുള്ളൊരു വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട്. മറ്റ് പല ആൾക്കാരും ഈ പുള്ളിക്കാരത്തേക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇട്ടത് എല്ലാം സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ ഇപ്പം നിറഞ്ഞ് കുമിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കണം എന്തുമാത്രമാണ് പ്രൊഡക്റ്റ് കിട്ടിയോ അതിന്റെ അപ്ഡേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മുൻകൂടസുമായിട്ട് ഉണ്ടായ സംഭവം എന്താണെന്നുള്ളത് ഇനി മേ ബി അറിയാൻ ആരും തന്നെ ബാക്കി ഉണ്ടാവില്ല. അത് അത്യാവശ്യം നല്ല വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോഴും അത് ഇങ്ങനെ പറന്ന് പല സ്ഥലത്തൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ മുൻകൂടത്തെ ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അവരുടെ ഈ ഇങ്ങനത്തെ സംഭവം കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അൺഫോളോ ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് തരും, ചേച്ചി ഇന്ന ചാനലുകാർ ചേച്ചിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇന്ന ചാനലുകാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരു കുറേ ആൾക്കാർ എന്നെ മെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ എന്താണ് മെൻഷൻ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴത്തേക്കായിരിക്കും ഞാൻ അന്ന് മുൻകൂടത്തെ പേര് ചെയ്ത വീഡിയോസിന് എടുത്ത് വെച്ചിട്ടാണ് കുറേ ആൾക്കാർ ചെയ്യുന്നത്. കാരണം ഞാനൊരു വിക്റ്റിമാണല്ലോ. അപ്പം ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അവിടെ കുറച്ച് പ്രാധാന്യം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം എൻ്റെ ആ ഒരു വീഡിയോ എടുത്ത് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ പരാതി പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, നല്ല കാര്യം തന്നെയാണ്. അപ്പം എന്നോട് അതിനിടയിൽ കുറേ മെസ്സേജസ് ഞാൻ കണ്ടു. എന്താണ് അതിൻ്റെ അപ്ഡേഷൻ, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ടാണ് എന്നെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, മുൻകോടസിൻ്റെ അടുത്ത് നിന്ന് ഞാനൊരു 2 പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ രണ്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തായിരുന്നു. ഒന്ന് 2024 ഒക്ടോബറിലും ഒന്ന് 2025 ജനുവരിയിലും. ഈ 2025 ജനുവരിയിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 30 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. ആ പ്രൊഡക്റ്റ് മെയ് മാസമായിട്ടും എൻ്റെ കയ്യിൽ കിട്ടാണ്ട് വന്നപ്പം ഇവരുടെ സപ്പോർട്ടിംഗ് പോർട്ടലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നമുക്ക് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത്. മുൻകൂർ സാർ എടുത്ത് ഇങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞോട് ഞാനൊരു വീഡിയോ ചെയ്തു. ഓക്കെ, കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്തു, എനിക്കൊരു പ്രൊഡക്റ്റ് എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തന്നു. അതായത് ഈ തെരുവിലൊക്കെ വേസ്റ്റ് തുണി എന്നൊക്കെ പറയില്ലേ എന്ന് വെച്ചിട്ടുള്ള ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് അയച്ചു തന്നിട്ട് എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് എനിക്ക് അയച്ചത്. 5 പൈസ കൊള്ളാത്ത ഒരു പ്രൊഡക്റ്റാണ്. ഞാനത് ഭദ്രമായിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിങ്ങനെ കേസും കാര്യങ്ങളും. ഓക്കെ, ഇത് ഈ പുള്ളിക്കാരത്തിൻ്റെ സംഭവം. ഇനി നമുക്ക് ഇവരുടെ മൂൺകോഡസിൻ്റെ എന്താണ് എങ്ങനെയാണ് വർക്ക് ഫ്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് മദർഹുഡ് എന്ന് പറയുന്ന ചാനലാണ് കേട്ടോ. നിങ്ങൾ അതിനകത്ത് ഈ പുള്ളിക്കാരത്തെ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി എന്താണ് ഇതിൻ്റെ ബിസിനസ് ടൈപ്പ് എന്നുള്ളത് നോക്കാം. ഒരു ബിസിനസ് സ്റ്റൈലുണ്ട്, എല്ലാത്തിനും ഒരു ബിസിനസ് സ്റ്റൈലുണ്ട്. നമ്മളെ ഈ ലോട്ടറിക്ക് ഒരു ബിസിനസ് സ്റ്റൈലുണ്ട്, പല സ്കാമേഴ്സിനും പലതരത്തിലുള്ള നമ്മുടെ ഇപ്പോൾ പിരമിഡ് സ്റ്റൈലിലുള്ള സംഭവം, ഒരാളെ കൊണ്ടുവരിക, 2 പേരെ ചേർക്കുക, 3 പേരെ ചേർക്കുക എന്നുള്ള പരിപാടിയുണ്ട്. ഇതിനകത്ത് ഈ ഒരു സംഭവത്തിൻ്റെ ബിസിനസ് മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അതായത് ഇവർ ഒരു പ്രോഡക്റ്റ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കാണിക്കുന്നു. ഈ മുമ്പിലേക്ക് കാണിക്കുന്ന ഈ പ്രോഡക്റ്റിൻ്റെ ശരിക്കുള്ള പ്രൈസ്, ആക്ച്വൽ പ്രൈസ് ചിലപ്പോൾ 1000 രൂപ 2000 രൂപ തോന്നിക്കുന്ന ഒരു സാധനത്തിന് 500 രൂപ എന്നുള്ള ലെവലിൽ കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ 500 രൂപ എന്നുള്ള സംഭവം കാണുമ്പോഴേക്കും ആൾക്കാർ വീഴും. ഈ 500 രൂപ കൊണ്ട് നമ്മുടെ നിക്ഷേപിക്കുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ നിക്ഷേപം പോലെ വരും. നിലവിൽ അവർ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. ആ ഡെയിലി വീഡിയോസ് ഇടുന്നതും കാണുന്നത് നൂറുകണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. ആ ലക്ഷക്കണക്കിന് ആൾക്കാരും ഈ പറയുന്ന പല ആൾക്കാരും ഇത് വാങ്ങാറുണ്ട്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഓരോ വീഡിയോസും ഇന്നും പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ അകത്തുനിന്നും പർച്ചേസ് നടന്നുകൊണ്ടിരിക്കും ആ ഒരു വെബ്സൈറ്റിൽ നിന്നും. അങ്ങനെ വരുന്ന പൈസയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ട് പൈസ. ഈ അൺലിമിറ്റഡ് ആയിട്ട് വരുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺലിമിറ്റഡ് ആയിട്ട് പൈസ അവർ എടുത്തു വെച്ചിട്ട് അതിനെന്ത് ചെയ്യും, അവരുടെ ബിസിനസ് മറ്റ് പലതരത്തിലുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തിട്ട് ആ ബിസിനസ്സിനെ വെച്ച് വമ്പൻ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അവർ കുറേ കാലം അത് കയ്യിൽ സൂക്ഷിച്ചിട്ട് ആ കാശ് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ ഭാഗ്യച്ചിട്ടി എന്നുള്ള പരിപാടി കേട്ടിട്ടുണ്ടല്ലോ. അത് ആദ്യം 1000 രൂപ അടയ്ക്കുക, എന്തെങ്കിലും അടിച്ചാൽ തിരിച്ചടയ്ക്കേണ്ടെന്ന് പറയുന്നത് പോലെ ഇത് കുറേ നാൾ അടയ്ക്കും.
അടച്ചിട്ട് ചിലപ്പോൾ കുറേ അത് കിട്ടും അല്ലെങ്കിൽ കിട്ടാതിരിക്കും. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം തന്നെയാണല്ലോ. കാരണം നിങ്ങൾ ഈ ഓർഡർ ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടത്തില്ല, നല്ല ക്വാളിറ്റി കിട്ടണമെന്നുമില്ല, ഒരു നിർബന്ധമില്ല. സാധാരണ ഇതിലൊരു ബിസിനസ് വന്ന് ഇപ്പം ടാറ്റ വളർന്നത് എങ്ങനെ, ആപ്പിൾ വളർന്നത് എങ്ങനെ, വിപ്രോ വളർന്നത് എങ്ങനെ, ഇങ്ങനെ പല കമ്പനി എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് കസ്റ്റമേഴ്സ് കൂടുന്തോറും അതിനനുസരിച്ചുള്ള മാനുഫാക്ചറിങ് ലെവലിലും അതുപോലെ ഹ്യൂമൻ റിസോഴ്സും കൂട്ടും. ഇവിടെ മാത്രം ലോകത്തിൽ ഒരു മൂൺ ഗോഡസ് ഭയങ്കരമായിട്ട് ഓർഡർ കിട്ടിയാലും അവരുടെ റിസോഴ്സസ് മറ്റുള്ള മെറ്റീരിയൽസ് ഒരുപാട് വാങ്ങാൻ ആൾക്കാരുണ്ടെങ്കിലും അതിന് നല്ല ചാർജ് ചെയ്തിട്ട് സംഭവങ്ങളുടെ മറ്റേ കൂടുതൽ ആഡ് ചെയ്യുന്നതിന് കുറേ പൈസ വാങ്ങുമെങ്കിലും എന്നിട്ടും അവർ അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോളണം ദർ ഇസ് എ സ്കാം. ഇതാണ് ഈ ഒരു ഐഡിയോളജി കടന്ന് കറങ്ങുന്നതുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ പൈസ വെച്ച് അവർ ബിസിനസ് ചെയ്ത് അവർ വേറെ റൂട്ടിൽ പൈസ ഉണ്ടാക്കുന്നു, നിങ്ങളുടെ പൈസയ്ക്ക് ഒരു വിലയും ഇല്ല എന്നുള്ള രീതിയിലാക്കി നിങ്ങളൊരുമാതിരി സൈഡിലേക്ക് മാറ്റുന്നു. നിങ്ങൾ പ്രതികരിച്ചാൽ ഇതുപോലുള്ള കുറേ കേസുകൾ കൊടുത്ത് മറ്റത് കൊടുത്ത് നിങ്ങളെ ഇതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവസാനം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട കാര്യം എന്ന് വെച്ചാൽ ഹാക്കർ കൊണ്ടുപോയി മറ്റുള്ളവർ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവരെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ സുന്ദരീസ് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ. ഹായ് സുന്ദരീസ്. സോ ഗൈസ്, പറ്റിക്കപ്പെടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവരെപ്പോൾ ആൾക്കാർ 100 പേര് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇനിയെങ്കിലും പഠിക്കൂ പ്ലീസ്. സോ ഗൈസ്, നിങ്ങളെ അടുത്ത വീഡിയോ ബൈ. Sundaris.